ഹലോ എവ്രി വൺ, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. കേറ്ററ്റ് അഥവാ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. അത് നമ്മൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്, എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വിത്തൗട്ട് എനി ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 1, കോൺഫിഡൻസ്. നിങ്ങൾക്ക് കേറ്ററ്റ് എന്നുള്ളൊരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. എന്നെ കൊണ്ട് ഇത് ഉറപ്പായിട്ടും പറ്റും, എന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് പറ്റാനാണ് ഈ ഒരു കേറ്ററ്റ് എഴുതിയെടുക്കുക എന്നുള്ളത്. കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത്. പലരും നിങ്ങളെ തമാശയ്ക്കാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും കളിയാക്കാൻ കുറെ പേര് ചുറ്റിനും കാണും. ഓ, ഇതൊക്കെ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ, നീ എഴുതിയാലൊന്നും കിട്ടത്തില്ല, ഇതിപ്പോ എത്രാമത്തെ വട്ടം എഴുതുന്നത്, അങ്ങനെയൊക്കെ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചുറ്റിനും കുറെ ആൾക്കാർ കാണും. പക്ഷെ നിങ്ങൾ അതിലൊന്നും വീണ് പോകരുത്. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു ചെവി കൂടെ കേട്ട് ഈ ഒരു ചെവി കൂടെ കളയുക. നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു മെന്റാലിറ്റി നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നല്ല ഒരു ഡിറ്റർമിനേഷനോട് കൂടി ഈ ഒരു എക്സാമിനെ സമീപിക്കും. ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ അത് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അതാണ് കോൺഫിഡൻസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 2, സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുക. നമുക്കറിയാം, ഏതൊരു എക്സാം എടുത്താലും അവിടെ ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് നമുക്ക് അവർ തരും. ഓക്കെ, അല്ലാതെ ഇപ്പോൾ കേറ്ററ്റ് എടുത്താലും അതിൽ ഒരു സിലബസ് ഉണ്ട്. അല്ലാതെ നമ്മൾ 1st to 4th സെം വരെ BEd പഠിച്ച എല്ലാ ടോപ്പിക്സുകളും അവിടെ ചോദിക്കത്തില്ല. സെലക്റ്റീവായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുന്ന കുറച്ച് ടോപ്പിക്സുകൾ മാത്രമേ ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു സിലബസ് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. ടിപ്പ് നമ്പർ 3, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ ഇതിൽ ഒരു സ്റ്റെപ്സും ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ മാക്സിമം അത് കളക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു കേറ്ററ്റുകാർ ചോദിച്ച, കേറ്ററ്റിൽ ക്വസ്റ്റ്യൻസ് ഇടുന്നവർ ചോദിച്ച ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഏരിയയിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു എക്സാം ഓറിയന്റഡ് ആക്കി നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് എക്സാമിനെ സമീപിക്കാൻ പറ്റും. സോ നിങ്ങൾ ഈ ഒരു ടിപ്പ് മറക്കാതെ ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അത് വർക്ക്ഔട്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു എത്രമാത്രം റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടോപ്പിക്സുകളായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു കേറ്ററ്റിന് ചോദിക്കുക എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും. ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുവിധം നിങ്ങൾ ഒരു 50-60% ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്തു എന്നാണ് അർത്ഥം, ടോപ്പിക്സ് കവർ ചെയ്തു എന്നാണ് അർത്ഥം. സോ ഇത് നിങ്ങൾ നല്ലപോലെ നോക്കുക. ടിപ്പ് നമ്പർ 4, ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. നമ്മൾ പണ്ടൊക്കെ ഹാർഡ് വർക്ക് മാത്രം ചെയ്തിരുന്നെങ്കിൽ എല്ലാ എക്സാംസും ക്ലിയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളൊരു കമ്പറ്റേറ്റീവ് വേൾഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല, സ്മാർട്ട് വർക്കും കൂടി നമുക്ക് ആവശ്യമാണ്. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിലബസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മാക്സിമം കളക്ട് ചെയ്ത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അതൊരു സ്മാർട്ട് വർക്ക് ആകുന്നു. ഇനി അതെങ്ങനെയാണ് ഹാർഡ് വർക്ക് ആകുന്നത്? ഈ ഒരു ഏരിയയിൽ മാക്സിമം ഫോക്കസ് ചെയ്ത് കൊടുത്ത് നമ്മൾ എപ്പോഴൊക്കെ ടൈം കിട്ടുന്നോ അപ്പോഴൊക്കെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതേന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുക. അതിനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. കിട്ടുന്ന സമയം നമ്മൾ ലേസി ആകാതെ, നമ്മൾ മടിച്ചിരിക്കാതെ, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലപോലെ വൃത്തിക്ക് അധ്വാനിച്ച് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അതാണ് ഹാർഡ് വർക്കിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 5, ദൈവവിശ്വാസം. അത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് നല്ല കാര്യം ചെയ്യുവാണെങ്കിലും ദൈവത്തിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് എൻഡ് ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് നമ്മൾക്ക് ഹാപ്പി ആകുന്ന തരത്തിലായിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ദൈവമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ട്, ഒരു സ്പിരിച്വൽ പോസിറ്റീവ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടാനായിട്ട് അത് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, താൻ പാതി ദൈവം പാതി. നമ്മുടെ പകുതി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ദൈവത്തിൻ്റെ പകുതി, അതിന് നമ്മൾ
ദൈവത്തിനെ വിളിക്കുക തന്നെ ചെയ്യണം. ദൈവമേ, ഞാൻ ഈ വട്ടം എഴുതാൻ പോവുകയാണ്, ഇത്രയും വട്ടം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല, ഇനി ഈ പ്രാവശ്യം എഴുതുമ്പോഴെങ്കിലും എനിക്ക് കിട്ടണേ, ഞാൻ കോൺഫിഡൻസോടെ എല്ലാം പഠിച്ച് വൃത്തിക്കായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റണേ, ക്രാക്ക് ചെയ്യാൻ പറ്റണേ എന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് പ്രാർത്ഥിക്കാനല്ല ഞാൻ പറയുന്നത്. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു പോയമാണ് ഓർമ്മ വരുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ലീവ് ദ സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോയം ഉണ്ട്. ആ ഒരു പോയത്തിൽ ആ ഒരു പോയറ്റ് പറയുന്നത്, നമ്മൾ ജപമാല ജപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. ഭഗവാൻ അവിടെയല്ല ഉള്ളത്. ഒരു ഡാർക്ക് റൂമിൽ ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഭഗവാൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ്, കൽപ്പണിക്കാരുടെ കൂടെയാണ് ദൈവം. അവിടെ അവർ അധ്വാനിക്കുകയാണ്, മാക്സിമം എഫേർട്ടുകൾ ഇട്ടുകൊണ്ട് അവർ അധ്വാനിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ കൂടെയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പോയി ഈ ഒരു കൽപ്പണിക്കാരുടെ പോലെ ഈ ചൂടത്തും വെയിലത്തും കിടന്ന് അധ്വാനിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ AC-യുടെ കീഴിലിരുന്നാലും ഫാനിൻ്റെ കീഴിലിരുന്നാലും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. നമ്മുടെ ഡ്യൂട്ടിയാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുക, നല്ലപോലെ പഠിക്കുക, നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും സാധിക്കും എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്, കോൺഫിഡൻസ് ഉണ്ടാക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, സിലബസ് ഓറിയൻറ്റഡ് ആക്കി പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്സുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. താങ്ക് യു. നമ്മൾ കേറ്ററ്റ് കാറ്റഗറി 3 അതിൻ്റെ ആ ഒരു വാസ്റ്റ് സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലെ ആദ്യത്തെ 1 to 40 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അഡോളസെന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഈ പോർഷൻസിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ആദ്യത്തെ 1 to 40 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള 41 to 70 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ്, അത് നമ്മൾ മലയാളമായിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, തമിഴായിരിക്കാം, കന്നഡ ആയിരിക്കാം. ഇതിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജിൽ നിന്ന് നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ്, അതും ഗ്രാമർ പോർഷൻസിൽ നിന്നായിരിക്കും ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഉള്ളത്. നമുക്ക് 41 to 70 ക്വസ്റ്റ്യൻസ് ഈ ഒരു ലാംഗ്വേജ് പോർഷനിൽ നിന്നാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഗ്രാമർ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓൾമോസ്റ്റ് സിമ്പിൾ ഗ്രാമർ ആയിരിക്കും ചോദിക്കുന്നത്, അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ ഒന്നും ചോദിക്കത്തില്ല. 71 to 150 ക്വസ്റ്റ്യൻസ് നമ്മുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസിൽ നിന്നായിരിക്കും ചോദിക്കുക. കണ്ടന്റ് ആൻഡ് പെഡഗോജി, അതിൻ്റെ അർത്ഥം നമ്മൾ ഡിഗ്രിക്കും PGക്കൊക്കെ പഠിച്ച സബ്ജക്റ്റ്, ഞാൻ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിൽ നിന്നും ആ ഒരു ഡിഗ്രി PGയിൽ പഠിച്ച ആ ടോപ്പിക്സുകളും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ BEdന് ഏത് സബ്ജക്റ്റാണോ ഓപ്റ്റ് ചെയ്തത്, നമ്മൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ PGക്കോ ഓപ്റ്റ് ചെയ്ത സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ ഡയറക്റ്റ്ലി നമ്മൾ BEdന് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ BEdലും നമ്മൾ ഓപ്റ്റ് ചെയ്ത ആ ഒരു സബ്ജക്റ്റ്, അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ കണ്ടന്റ് ആൻഡ് പെഡഗോജിയും നമുക്ക് ഈ ഒരു 80 ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. അപ്പോൾ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ല. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് പോകാം. ആ ഒരു ഡീറ്റെയിൽഡ് സിലബസിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം തന്നെ ABC ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു എയുടെ കീഴിൽ വരുന്ന ടോപ്പിക്സുകളാണ് അഡോളസെന്റ് സൈക്കോളജി. ഓക്കെ, അതിൽ നമ്മുടെ അഡോളസെൻസ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, മെത്തേഡ് ഓഫ് സ്റ്റഡിങ് അഡോളസെൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയൺമെന്റ് ഓൺ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റൽ നീഡ്സ്, സൈക്കോളജിക്കൽ, ഇന്റലക്ച്വൽ, ലാംഗ്വേജ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ, ഡെവലപ്മെന്റൽ ടാസ്കുകൾ. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എയിൽ തന്നെ B വരുന്നുണ്ട്. പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ്, ഐഡന്റിറ്റി ക്രൈസിസ്, അണ്ടർ അച്ചീവ്മെന്റ്, പിയർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിക്വൻസി, ഹെൽത്ത് പ്രോബ്ലംസ്, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ്, ചലഞ്ചസ് ആൻഡ് റെമഡീസ്. സിയിൽ വരുന്നത് ഡെവലപ്മെന്റൽ തിയറീസ് ലൈക്ക് പിയാജെ, ബ്രൂണർ, ഫ്രോയിഡ്, എറിക്സൺ, കോൾബർഗ്,
നമ്മുടെ പിയാഷെയുടെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ്, എനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക് സ്റ്റേജസ് ഒക്കെ ഈ ബ്രൂണറിൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നെ ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറീസ്, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, സബ് കോൺഷ്യസ്, അങ്ങനത്തെയുള്ള കോൺസെപ്റ്റുകളെല്ലാം. പിന്നെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ആ ഒരു 8 സ്റ്റേജസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിയിലോട്ട് വരുവാണ്, തിയറീസ് ഓഫ് ലേണിംഗ്. അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ്, മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, മോട്ടിവേഷൻ, ഇൻ്റലിജൻസ്, ഇൻട്രസ്റ്റ്, അറ്റൻഷൻ, ആറ്റിറ്റ്യൂഡ്, ആങ്സൈറ്റി, ലെവൽ ഓഫ് ആസ്പിറേഷൻ, memory, learning context, learning of content of learning, learner characteristics, ടീച്ചേഴ്സ് റോൾ. അപ്പോൾ ഇതെല്ലാം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലേണിങ്ങിലാണ് വരുന്നത്. മെമ്മറി, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിക്കാം. ഇൻ്റലിജൻസ്, കോഷ്യൻ്റ് ചോദിക്കാം. മോട്ടിവേഷൻ, എബ്രഹാം മാസ്ലോയുടെ തിയറി ഓഫ് മോട്ടിവേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ അറ്റൻഷൻ, ആറ്റിറ്റ്യൂഡ് തമ്മിലുള്ള ഡിഫറൻസ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്ന് വരുന്നത്. പിന്നെ ക്രിയേറ്റിവിറ്റി, കോൺസെപ്റ്റ്, നേച്ചർ, പ്രോസസ്, മെഷർമെൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിയേറ്റിവിറ്റി, അച്ചീവ്മെൻറ്റ്, ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തിയറീസ് ഓഫ് ലേണിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് തോണ്ടൈക്ക്, പാവ്ലവ്, സ്കിന്നർ, കർട്ട് ലെവിൻ, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഓസ്ബെൽ, ഗാറ്റ്നേസ് ഹൈറാർക്കീസ് ഓഫ് ലേണിംഗ്. ഓക്കെ, അതുപോലെ ജസ്റ്റാൽ സൈക്കോളജി, അതിൽ വരുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രാഗ്നാൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോക്സിമിറ്റി, ക്ലോഷർ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഇൻ ലേണിംഗ്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എക്സെട്ര. പിന്നെ പിയാഷെയുടെ കാര്യത്തിൽ ആ ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, അതിലെ കുറച്ച് സ്റ്റേജ് ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഗിഫ്റ്റഡ്, ബാക്ക്വേർഡ്, മെൻ്റലി ചലഞ്ച്ഡ്, ഫിസിക്കലി ചലഞ്ച്ഡ്, ലേണിംഗ് ഡിസേബിൾഡ്, പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ്, അതാണ് ഈ ഒരു സ്പെഷ്യൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ വരുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ ടീച്ചിങ്, nature and objectives, teaching, steps in teaching, factors affecting teaching, teacher characteristics, identification of learner needs, creating appropriate learning situations, effective teacher, progressive teacher, teaching styles. അപ്പോൾ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടീച്ചേഴ്സിൻ്റെ ഒരു റൈറ്റ് കോമ്പിനേഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് ടീച്ചേഴ്സിന് അട്രിബ്യൂട്ട് ചെയ്യാം, അതൊക്കെയായിരിക്കും ജനറലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ആൻസേഴ്സാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്നത്. ടീച്ചേഴ്സ് റോൾസ്, മോട്ടിവേറ്റർ, ഫെസിലിറ്റേറ്റർ, ഡെമോക്രാറ്റിക് ലീഡർ, ഗൈഡ്, കൗൺസിലർ, മെൻറ്റർ, സോഷ്യൽ എഞ്ചിനീയർ, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്, ഇതൊക്കെ അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്, ലേണർ സെൻറ്റർഡ് ടീച്ചിങ് ടെക്നിക്സ്, പ്രോജക്ട്സ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ആക്ടിവിറ്റി, കോപ്പറേറ്റീവ് ലേണിംഗ്, സെമിനാർസ്, ഡിബേറ്റ്സ്, effective use of ICT, audio visual aids, improvisation, tools and techniques of evaluation, concept, CCE and assessment. ഈ ഒരു പോർഷനിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ CCE ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് അസസ്മെൻറ്റ്, നമ്മുടെ ആ ഒരു ക്വസ്റ്റനെയർ, സർവേ അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റുകൾ, പിന്നെ അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കണ്ടിന്യൂസ് ആൻഡ് പിന്നെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, എക്സ്റ്റേർണൽ അസസ്മെൻറ്റ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, പിന്നെ ക്രൈറ്റീരിയൻ ബേസ്ഡ് റെഫറൻസ് ടെസ്റ്റ്, നോം ബേസ്ഡ് റെഫറൻസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കിൽസ് ഇൻ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഡിസിഷൻ മേക്കിംഗ്, പോസിറ്റീവ് ഫീഡ്ബാക്ക്, അത് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ വരുന്ന സ്റ്റെപ്സുകളും അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും ജനറൽ ആയിട്ടൊരു അവയർനെസ് ഉള്ളത് നല്ലതാണ്. പിന്നെ പേഴ്സണാലിറ്റി ഓഫ് ടീച്ചർ, ഇമോഷണൽ മെച്യൂരിറ്റി, ബാലൻസ്ഡ് പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടീച്ചറിൻ്റെ ഒരു ഗുഡ് ടീച്ചറിൻ്റെ ക്വാളിറ്റീസ് ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ ആ ഒരു റൈറ്റ് കോമ്പിനേഷൻ, ടീച്ചറിൻ്റെ ഒരു നല്ല ടീച്ചറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അത് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവത്തിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് ചോദിക്കാം. അണ്ടർസ്റ്റാൻഡിംഗ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് NCF 2005, KCF 2007 ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്
2009. ഈ 3 ടോപ്പിക്സും ഓഫ് കോഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. NCF അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം, KCF ഏത് ഇയറിലാണ് ചോദിക്കാം. ഇത്രയാണ് നമ്മുടെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അതും ആ ഒരു 1 to 30 ക്വസ്റ്റ്യനിലെ ടോപ്പിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റ്, എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ഇംഗ്ലീഷിൻ്റെ കീഴിൽ വരുന്നതാണ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അതിൽ നമുക്ക് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് തമ്മിലുള്ള ഡിഫറൻസ് അത് നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രിൻസിപ്പൽസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്, ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നറിയുക. പ്രോസസ് അപ്രോച്ച്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, ലേണർ ഓട്ടോണമി, teaching prose, poetry, drama and other discourses, methods of teaching English, addressing learning difficulties. ഇത് ഈ പറഞ്ഞ ഡിസ്ലെക്സിയ ഒക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നൊരു കാര്യമാണ്. ഡീലിംഗ് വിത്ത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. പിന്നെ രണ്ടാമത്തെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ കണ്ടന്റ്, കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, പ്രിൻസിപ്പൽസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, SOS അപ്രോച്ച്, ബൈലിംഗ്വൽ മെത്തേഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ്. അതിൽ വരുന്നതാണ് സജസ്റ്റോപീഡിയ, സൈലന്റ് വേ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലേണർ അസസ്മെൻറ്റ്, CCE, ഏർലി ലിറ്ററേച്ചർ. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ BA PGയിലേക്ക് പോകാം, BA MAയിലേക്ക് പോകാം. അവിടെ നമ്മൾ തുടങ്ങേണ്ടത് ഏർലി ലിറ്ററേച്ചർ, മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിപ്പം നെറ്റിന് ചോദിച്ചാലും NTA നെറ്റിന് ചോദിക്കുന്നതും ഈ ഒരു ചോസർ ഏജ് സ്റ്റാർട്ട് ചെയ്താണ്, ചോസർ ഏജ് മുതലാണ്. അപ്പോൾ ഏർലി ലിറ്ററേച്ചർ, ചോസർ ആൻഡ് ഹിസ് കണ്ടംപററീസ്, വില്യം ലാംഗ്ലാൻഡിനെ കുറിച്ചും ഗോവറിനെ കുറിച്ചൊക്കെ ചോദിക്കാം. പിന്നെ റിനൈസൻസ്, എലിസബത്തൻ പ്രോസ്, ഡ്രാമ പ്രീവിയസ് ടു ഷേക്സ്പിയർ ആൻഡ് ദ ലേറ്റർ ഡ്രമാറ്റിസ്റ്റ്, യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്. പോയട്രി ഫ്രം സ്പെൻസർ ടു റെസ്റ്റോറേഷൻ, ദ റെസ്റ്റോറേഷൻ പോയട്രി, ഡ്രാമ, പ്രോസ്. ഓക്കെ, അപ്പോൾ സ്പെൻസർ, ഫിലിപ്പ് സിഡ്നി, അങ്ങനെയുള്ള കുറച്ച് നല്ല പോയറ്റ്സുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ടോപ്പിക്സുകളൊക്കെ റെലവൻ്റ് ആണ്. പിന്നെ അഗസ്റ്റൻ നോവൽ, പ്രോസ്, റൈറ്റേഴ്സ് ഓഫ് 18th century, ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്, നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സ്, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ഷെല്ലി, ബൈറൺ, കീറ്റ്സ്, ഇവരൊക്കെയാണ് റൊമാൻറ്റിക് പോയറ്റ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റൈറ്റേഴ്സ് ഓഫ് 18th century, അത് വരുന്നത് ഇവരൊക്കെ തന്നെയാണ്. പിന്നെ അതിന് മുമ്പായിട്ടുള്ള അലക്സാണ്ടർ പോപ്പ്, ഡ്രൈഡൻ, ഡോക്ടർ ജോൺസൺ, അതൊക്കെയാണ് 18th century മെയിനായിട്ട് വരുന്ന റൈറ്റേഴ്സ്. അവരുടെയൊക്കെ വർക്ക്സുകൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ നോളജ് മതിയാകും, അല്ലാതെ നമ്മൾ ഡീപ്പായിട്ട് പോകണ്ട. പിന്നെ ക്രിറ്റിസിസം ഒക്കെ വരുമ്പോഴത്തേക്കാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. അതിൻ്റെ വീഡിയോസ് ഞാൻ പല വീഡിയോസ് ആയിട്ട് ഇടുന്നതാണ്, പോസ്റ്റ് ചെയ്യുന്നതാണ്. ഏർലി 19th century പോയറ്റ്സ്, ദ നോവൽ ഇൻ ദ ലേറ്റർ 18th century ആൻഡ് ദ ഏർലി 19th century, വിക്ടോറിയൻ പോയട്രി, നോവൽ, ഡ്രാമ, 20th century literature, major themes in modern and post-modern literature, feminist literature, major Indian writers in English. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാൾസ് ഡിക്കൻസ്, ജെയിംസ് ജോയ്സ്, വിർജീനിയ വൂൾഫ്, ഇവരൊക്കെ നല്ല റൈറ്റേഴ്സൊക്കെയാണ്. ഇവരുടെ വർക്ക്സ് ഒക്കെ ചോദിച്ചിട്ട് ഇതാരാണ് എഴുതിയത്, അല്ലെങ്കിൽ ഈ ഒരു തീമിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഈ ഒരു തീമിൽ അതേത് നോവലിലെ തീമാണ് എന്നൊക്കെ ചോദിക്കാം നമുക്ക്. പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ഫിലിം സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, ഫൊണറ്റിക്സ്, ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഫോണോളജി, മോർഫോളജി, ഫ്രേസ് സ്ട്രക്ചർ, ഗ്രാമർ. ഫോണറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫോണോളജി, മോർഫോളജി, ഇതൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയാണ്. പിന്നെ മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജ്, ടെൻസ് ആൻഡ് ആസ്പെക്ട്സ്, വേർഡ് ക്ലാസ്, കോൺകോർഡ്, സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻസ്, റിപ്പോർട്ടിംഗ്, പാസിവൈസേഷൻ, ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഞാൻ വരും വീഡിയോസിൽ അത് ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വൊക്കാബുലറി, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഈ വൊക്കാബുലറി, ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ ഞാനിപ്പോൾ ഡെയിലി പല വീഡിയോസിൽ ഞാൻ ഇഡിയംസ് ആയിട്ടൊക്കെ തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആകും നിങ്ങൾക്ക്.